ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുക. എ ലൈൻ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ പോയിൻറ്റ്സ് 2, 3 ആൻഡ് 5, 9. 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുന്നു. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ദെൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ആ ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. ചെക്ക് വെദർ 1, 5 ഈസ് എ പോയിൻറ്റ് ഓൺ ദിസ് ലൈൻ. ഇപ്പോൾ പറഞ്ഞ ലൈനില്ലേ, ആ ലൈനിൽ ഈ പോയിൻ്റ് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം. എക്സാമിന് ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്ലോപ്പ് എങ്ങനെ കാണുക? അപ്പോൾ ലൈന് 2, 3, 5, 9 ആണല്ലോ. ചുമ്മാ ഒരു വര വരയ്ക്കുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ. വര വരക്കണം യാതൊരു നിർബന്ധവും ഇല്ല. ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വര വരച്ചേക്കണം എപ്പോഴും. ഈ തന്നിരിക്കുന്ന 2 പോയിൻറ്റ്സിന് എ എന്നും ബി എന്നും വിളിച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ച് വെച്ചാൽ നല്ലതാണ്. 2, 3. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിൻ്റ് ആരാണ്? 5, 9. ഇനി നോക്കണേ, 2 പോയിൻ്റ് തന്നാൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താണ്? സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എൻ്റെ ആൻസർ നോക്കി കേട്ടോ. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിൽ ആദ്യത്തെ പോയിൻ്റ് x1, y1 എന്ന് പറയുന്നതും രണ്ടാമത്തെ പോയിൻ്റ് x2, y2 ആണെങ്കിൽ ഈ y2ന്ന് y1 കുറച്ചത് ബൈ x2ന്ന് x1 കുറച്ചത്. ഓക്കെ അല്ലേ? ഈ y2ന്ന് y1 കുറക്കുമ്പോൾ ഇവിടെ ആരാ y2 ആരാ y1 നോക്കുക. 9ന്ന് 3 കുറക്കണം. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആരാ? 5ന്ന് 2 കുറക്കണം. കുറക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു വട്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പിന്നെ ഇവിടെ നിന്ന് കുറക്കാൻ പാടില്ല. രണ്ടും ചെയ്യണം, ഒരേ സൈഡിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ. സോ y2 മൈനസ് y1 അവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ x2 മൈനസ് x1 അതേ ലെവലിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ നമ്മൾ ആൻസർ എന്തായിരിക്കും വരെ പറ? ദിസ് ഈസ് ഈക്വൽ ടു ആരാണ് y2? 9. 9 മൈനസ് ആരാ? y1 ആരാ? 3. മാറരുതിട്ടാ, x1 y1 ഒക്കെ നമുക്ക് കൊള്ളായിരുന്നു, മാറിപ്പോകരുത്. y2 y1 മൈനസ് ചെയ്യുക ബൈ x2 മൈനസ് x1 5 മൈനസ് 2. ഓക്കെ അല്ലേ? 9ന്ന് 3 കുറയ്ക്കുക, ബൈ ഇടുക, 5ന്ന് 2 കുറയ്ക്കുക. ഇത് മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് എന്നുള്ളതിന് ചെരിവ് എന്നായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇവിടെ ചെരിവ് കാണുക. വരയുടെ ചെരിവ് എന്താണ്? അപ്പോൾ ചെരിവ് സമം എന്നിട്ട് സ്ലോപ്പ് എന്നുള്ളത് ചെരിവ് സമം എന്ന് എഴുതി കൊടുക്കുക. ബാക്കി ഫോമിലൊക്കെ സെയിം ആയാണ്. ചെരിവ് എന്നായിരിക്കും മാറ്റേണ്ടത്, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ ആൻസർ എന്താ? 9 മൈനസ് 3 എത്രയാണ്? 6 ബൈ 5 മൈനസ് 2 എത്രയാണ്? 3. 6 ബൈ 3 ചെറുതാക്കി എന്താ കിട്ടൂടാ? 2 എന്ന് കിട്ടും. ഇതാണ് വരയുടെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ വരയുടെ സമവാക്യം കാണണം. ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഓക്കെ അല്ലേ? ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള മാർഗ്ഗം ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ ഒരു പി എന്ന് മാർക്ക് ചെയ്യും. എവിടെ വേണമെങ്കിലും കൊടുക്കാം, അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിൻറ്റിന് ഞാൻ XY എന്ന് എഴുതാം. എന്തെഴുതുക? XY എന്ന് എഴുതാം. എന്നിട്ട് ഈ പോയിൻ്റ് നമ്മൾ വിളിക്കൽ ജനറൽ പോയിൻ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ജനറൽ പോയിൻ്റ്. ഓക്കെ അല്ലേ? ഈ ജനറൽ പോയിൻറ്റും തന്ന 2 പോയിൻറ്റുകളിലെ ഒരു പോയിൻ്റ് എടുത്തിട്ട് ചെരിവ് കാണാം. അതായത് നേരത്തെ നമ്മൾ ചെരിവ് കണ്ടത് എയും ബിയും വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇനി ചെരിവ് കാണാൻ പോകുന്നത് എന്താ? എയും പിയും വെച്ചിട്ട് ചെരിവ് കാണാം. ഓക്കെ അല്ലേ? ഇത് 2 വെച്ച് ചെരിവ് കണ്ടാൽ അങ്ങനെ ആയിരിക്കും വരിക. y മൈനസ് y1 എന്നുള്ളിടത്ത് 3 തരും. ബൈ x മൈനസ് x1 എന്നുള്ളിടത്ത് തരും 2 വരും. ഇത് കുറക്കാൻ പറ്റില്ല, കാരണം ഇത് നമ്പറല്ല, വേരിയബിൾസാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ചെരിവ് എഴുതുന്നു. ഇക്വേഷൻ കാണാനുള്ള മാർഗ്ഗം വരയുടെ സമവാക്യം കാണാൻ. എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ. ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ വരയുടെ സമവാക്യം കാണാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട പണി ഒരു ജനറൽ പോയിൻ്റ് ഇവിടെ എടുക്കുക എന്നുള്ളതാണ്. ജനറൽ പോയിൻ്റ് എടുത്തിട്ട് ആ ജനറൽ പോയിൻറ്റും തന്ന പോയിൻറ്റിലെ എ എന്ന് പറയുന്ന പോയിൻറ്റും വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ചെരിവ് കാണുന്നു. ഫോർമുലയായിട്ട് എഴുതണമെന്നെങ്കിൽ ഇങ്ങനെ എഴുതുക: y മൈനസ് y1 ബൈ എക്സ് മൈനസ് എന്താണ്? x1 എഴുതുക. എന്നിട്ട് ഈക്വൽ ടു തരിക. എന്നിട്ട് ഈ തന്ന 2 പോയിൻറ്റ്സ് ഇല്ലേ, അത് 2 വെച്ചുകൊണ്ടുള്ള ചെരിവ്, അതായത് ഒറിജിനൽ ചെരിവ് നേരത്തെ എഴുതിച്ച സാധനം, അതായത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതെന്താണ്? യഥാർത്ഥത്തിൽ ചെരിവാണ്, ശരിക്കുള്ള ചെരിവാണ്. അപ്പോൾ ഇതെന്താ? ശരിക്കുള്ള ചെരിവ് തന്നെയല്ലേ? ആണ്. പക്ഷേ എന്താ പ്രത്യേകത? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ് വൈ എന്താണ്? 2 വേരിയബിൾസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വരയുടെ സമവാക്യത്തിൽ മീൻസ് വരയുടെ ഇക്വേഷനിൽ തന്നിരിക്കുന്ന 2 പോയിൻറ്റ്സ് ഇല്ലേ, അതിലൊരു പോയിൻറ്റും ഒരു ജനറൽ പോയിൻറ്റും വെച്ചുകൊണ്ടുള്ള ഒരു സ്ലോപ്പ്, ഒറിജിനൽ സ്ലോപ്പ്.
ഒറിജിനൽ സ്ലോപ്പ് പറയുമ്പോൾ തന്ന 2 പോയിൻറ്റ്സ് വെച്ചുകൊണ്ടുള്ള സ്ലോപ്പ്. ഇത് രണ്ട് ഈക്വൽ ടു ആണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് y മൈനസ് y1. ഓക്കെ അല്ലേ? ആരാണ് ഈ കാണുന്ന സമവാക്യം നമ്മൾ എഴുതുന്നു? y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് y മൈനസ് y1 എന്നുള്ളിടത്ത് ആരാണ് y1 ആരാണ്? 3 ആണ്. സോ y മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് x1 ആരാ? x1 എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 2 ആണ്. ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 9 മൈനസ് 3 ബൈ x2 മൈനസ് x1 പറയുമ്പോൾ 5 മൈനസ് 2. അത് എഴുതേണ്ടതാണ്, പക്ഷെ അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചാൽ ഉത്തരമുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? സോ ഇതാരാണ്? ശരിക്കും സ്ലോപ്പാണ്. ഏത് സാധനം എന്താണ്? സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ സ്ലോപ്പ് കാണാനൊരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമ്മൾ കാണണ്ടേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റെപ്പ് എവിടെ എഴുതേണ്ടി വരും? ഇവിടെ എഴുതേണ്ടി വരും. അപ്പോൾ ഓൾറെഡി സ്ലോപ്പ് കിട്ടിയതുകൊണ്ട്, ചെരിവ് കിട്ടിയതുകൊണ്ട് ആ ചെരിവിടെ എഴുതിച്ചാൽ മതി, സ്ലോപ്പ് എഴുതിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ ചാക്കിലാക്കുക. എന്തിനാണ്? ഈ 2നെ അടിയിൽ ബൈ 1 ആണ്, അതുകൊണ്ട് കൊണ്ട് ക്രോസ് ആയിട്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ 1 ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇടേണ്ട ആവശ്യമില്ല. ഇതിനെ അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയാൽ മാത്രം മതി. സ്വന്തം വരിക, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ, ഈ സാധനത്തിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇൻറ്റു എന്നാവും. ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? y മൈനസ് 3 ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടുന്ന് കൊണ്ടുപോകണ സാധനം. ഇവിടെ നേരെ കൊണ്ടുപോകണ എക്സ് മൈനസ് 2നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ കിടക്കുന്ന എക്സ് മൈനസ് 2നെ എന്ത് ചെയ്തു? അങ്ങോട്ട് കൊണ്ടുപോയി. 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി മൾട്ടിപ്ലൈ ചെയ്യും. ചാക്കിലാക്കി എന്തിനറിയാം? ഈ പുറത്ത് കിടക്കുന്ന 2 ഇല്ലേ, അതിന് ഉള്ളിലുള്ള 2 ആൾ ഇൻറ്റു ഉണ്ട്. അഥവാ ബ്രാക്കറ്റിലാക്കിയില്ലെങ്കിൽ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ 2നെ എക്സ് കൊണ്ട് വിളിക്കും, ഈ 2 കൊണ്ട് വിളിക്കാൻ മറന്നു പോകും. അതോടുകൂടി ഇത്ര തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇടണം, ബ്രാക്കറ്റ് ഇടണം. സോ വാട്ട് ഈസ് 2 ഇൻറ്റു 2 എക്സ് എന്താണ്? 2 ഇൻറ്റു 2 എന്താണ്? 2 ഇൻറ്റു എക്സ് എന്താ? 2x. 2 ഇൻറ്റു 2 എന്താ? 4. ഇടയിൽ എന്താ ചെയ്യണം? സൈൻ എന്താ? മൈനസ്. ഈക്വൽ ഇപ്പുറത്ത് ആരാ? y ഉണ്ട്, മൈനസ് 3 ഉണ്ട്. ഓക്കെ അല്ലേ? എല്ലാ ആൾക്കാരെയും ഒരു സൈഡ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവിടെയുള്ള ആൾക്കാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വിചാരിച്ചാൽ, അവിടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, ഇവിടെയുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോകാത്തത്. സോ കൊണ്ടുപോകാത്തവരാരാണോ അവരാദ്യം എഴുതണം. സോ y മൈനസ് 3ന് ഞാൻ അതേപോലെ എഴുതി കൊടുത്തിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന 2xനെ കൊണ്ടുവരികയാണ്, മൈനസ് 2x ആകുന്നു. പ്ലസ് മൈനസ് 4നെ കൊണ്ടുവരുമ്പോൾ പ്ലസ് 4 ആകുന്നു. ഓക്കെ അല്ലേ? സോ എന്താ കിട്ടുകയെന്ന് അറിയാം? ഈക്വട്ടിൻ്റെ അപ്പുറത്ത് ബാക്കി ഉണ്ടാവും വട്ടപ്പൂജ്യം. ഇനി ഈ കാണുന്ന എക്സിൻ്റെ ടേമുണ്ട്, വൈൻ്റെ ടേമുണ്ട്, 2 നമ്പർ ടേംസ് ഉണ്ട്. ഇത് ഒരുമിച്ച് വൃത്തിക്ക് ചെയ്ത് ഇക്വേഷൻ റെഡിയാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? മൈനസ് 2x ആദ്യം എഴുതുക. y പോസിറ്റീവ് അല്ലേ, അപ്പോൾ പ്ലസ് y. ഇനി -3ഉം പ്ലസ് 4ഉം ചേർന്നാൽ 4 പോസിറ്റീവാണ്, 3 നെഗറ്റീവാണ്. 4 3 വർഷം എന്താ? 1. പ്ലസ് 1 മൈനസ് 1. വലുതിൽ നിന്ന് ചെറുതവർക്കും വലുതിൻ്റെ സൈൻ എഴുതാം. സോ 4ൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? സോ ഫൈൻ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്ന ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു സാധനം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. എന്താണ്? സീഡ് ആൻസർ. എന്താണ് സീഡ് ആൻസർ? ഞാൻ ഈ സൈഡിൽ തന്നെ എഴുതുന്നുണ്ട്. സീഡ് ആൻസർ എന്താ? ചെക്ക് വെദർ 1,5 ഈസ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലുള്ള ഒരു പോയിൻ്റ് ആണോ ആര്? 1,5. ഈ ലൈനിലുള്ള ഒരു പോയിൻ്റ് ആണെങ്കിൽ ആ ലൈനിലുള്ള ആ പോയിൻ്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്നുവെച്ചാൽ ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യും? ഈ പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെ നോക്കിക്കോട്ടോ, ലൈനിൻ്റെ ഇക്വേഷൻ ഞാൻ L എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ് ഇവിടെ വരുന്നത്? മൈനസ് 2x, പിന്നെന്താണ്? പ്ലസ് y, പിന്നെന്താ? പ്ലസ് 1 ചെയ്താൽ 0 കിട്ടും. അതായത് എക്സിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് y കൂട്ടിയിട്ട് 1 കൂട്ടിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. ഇവിടെ ഓൾറെഡി 2 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടില്ലേ? ഈ 2 പോയിൻറ്റ്സ് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചാൽ എങ്ങനെ നോക്കിക്കോട്ടെ. അവിടെ ജസ്റ്റ് നോക്കിക്കോളി, നിർബന്ധമില്ല, ചെയ്ത് നോക്കാൻ നിർബന്ധമില്ല. മൈനസ് 2x പ്ലസ് y പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. അവിടെ ഞാൻ എക്സ് ഉള്ളിടത്ത് എന്താ കൊടുക്കുന്നത്? 2 3 കൊടുക്കാൻ പോകണം. എന്താ കൊടുക്കുന്നത്? 2 എന്ന് എക്സ് ഉള്ളിടത്തും 3 എന്ന് ഞാൻ y ഉള്ളിടത്ത് കൊടുത്താൽ 2 3 എന്ന് പറയുന്ന പോയിൻ്റ് ലൈനിലുള്ള പോയിൻ്റാണ്. അപ്പോൾ 2 3 ഞാൻ ജസ്റ്റ് കൊടുത്താൽ ഞാൻ എന്തിരിക്കും വരിക? മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് y പ്ലസ് 1 ഈക്വൽ ടു 0. മൈനസ് 2 ഇൻറ്റു 2 എന്താ? മൈനസ് 4 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3യും പ്ലസ് 1 കൂട്ടി എന്താ? പ്ലസ് 4 ആണ്.
-4ൻ്റെ കൂടെ +4 വന്നാൽ ഈക്വൽ ടു എന്താ 0. കറക്റ്റാണ്. സോ അതിനകത്ത് എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഈക്വൽ ടു 0 കിട്ടിയാൽ നോക്കി കേട്ടോ, ഈക്വൽ ടു 0 ശരിക്കും ഇക്വേഷനിൽ വരണം. അപ്പോൾ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൻസർ 0 കിട്ടിയാൽ ആ പോയിൻ്റ് എവിടെ ഉള്ളതാണ്? ആ ലൈനിലുള്ളതാണ്. 0 കിട്ടിയിട്ടില്ല, വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടിയാലോ അത് ആ ലൈനിലുള്ള പോയിൻ്റ് അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന 1,5 ഇല്ലേ, ഈ ലൈനിലുള്ളതാണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ എക്സ് കാണുന്നിടത്ത് വൈ കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? നമ്മൾ 1,5ൻ്റെ 1 എന്നും 5 എന്നും ജസ്റ്റ് കൊടുക്കുക. എക്സ് കാണുന്നിടത്ത് 1 കൊടുക്കുക, വൈ കാണുന്നിടത്ത് 5 കൊടുക്കുക. സോ എന്താ കിട്ടും ഇവിടെ? അപ്പോൾ -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 കൊടുക്കരുത് കേട്ടോ, കാരണം ഈക്വൽ ടു 0 ആണോ അല്ലേ നോക്കുക, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു -2 ഇൻറ്റു 1 എന്താടാ? -2 പ്ലസ് എന്തുണ്ട്? 5 ഉണ്ട്, പ്ലസ് എന്തുണ്ട്? 1 ഉണ്ട്. ആ +5ഉം +1ഉം പോസിറ്റീവ് അല്ലേ, രണ്ടും കൂടി കൂട്ടി എന്താവും? 6 ആവും, +6 ആവും. ഇവിടെ ആരുണ്ട്? -2 ഉണ്ട്. സോ -2 + 6 ആരാണ്? -2 + 6 പറഞ്ഞാൽ 6 2 കുറച്ചാൽ 4 ആണ്. ഈക്വൽ ടു 0 കിട്ടിയില്ല. ഈക്വൽ ടു 0 അതിനർത്ഥം എന്താ? ഈ പോയിൻ്റ് 1,5 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ ഇല്ല? ആ ലൈനിലുള്ള പോയിൻ്റ് അല്ല. ഈക്വൽ ടു 0 കിട്ടിയാലോ ആ ലൈനിലുള്ള പോയിൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ദെയർഫോർ 1,5 ഈസ് നോട്ട് എ പോയിൻ്റ് ഓൺ ദ ലൈൻ. ആ ലൈനിലുള്ള പോയിൻ്റ് അല്ല. ഇതാണ് സീനിയർ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചതാണ് സ്ലോപ്പ് എങ്ങനെ കാണാം. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല y2 - y1/x2 - x1. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇക്വേഷൻ ഓഫ് ലൈനിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയൊരു സാധനം പഠിക്കുന്നില്ല. സ്ലോപ്പാണ് ഇത്, ഇതും സ്ലോപ്പാണ്. ഈ സ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താ? ക്വസ്റ്റ്യനിൽ തന്ന 2 പോയിൻ്റില്ലേ, അതിലൊരു പോയിൻറ്റും പിന്നെ ഒരു ജനറൽ പോയിൻറ്റും വെച്ചിട്ടാണ് ഇപ്പുറത്ത് എഴുതുന്നതെങ്കിൽ അപ്പുറത്ത് എന്താ എഴുതുന്നത്? തന്ന 2 പോയിൻ്റ് വെച്ചിട്ടുള്ള ഈ യഥാർത്ഥത്തിലുള്ള ചെരിവാണ് ഇവിടെ എഴുതുന്നത്. അത് ഓൾറെഡി കണ്ടെത്തി വെച്ചതുകൊണ്ട് ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആണ് കൂടി ക്രോസ് ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും അടങ്ങുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഒരു പോയിൻ്റ് തന്നിട്ട് ആ പോയിൻ്റ് ലൈനിലുള്ളതാണോ അല്ലയോ ചോദിച്ചാൽ ജസ്റ്റ് ആ പോയിൻറ്റിൻ്റെ എക്സും വൈയും ഈ കാണുന്ന ഇക്വേഷൻ്റെ എക്സും വൈയും ഉള്ളിടത്ത് കൊടുത്താൽ ഈക്വൽ ടു 0 കിട്ടിയാൽ ആ ലൈനിലുള്ള പോയിൻ്റാണ്. ഈക്വൽ ടു 0 കിട്ടിയില്ലെങ്കിൽ ആ ലൈനിലുള്ള പോയിൻ്റ് അല്ല. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ട ആൻസർ. ദിസ് ഈസ് നോട്ട് എ പോയിൻ്റ് ഓൺ ദ ലൈൻ. കാരണം എന്താണ്? ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. 4 എന്നാണ് ഉത്തരം കിട്ടിയത്, 0 കിട്ടിയില്ല. സംശയം ഉണ്ടായാലും